കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിൽ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ കർത്താവ് ഒരവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ ഇത് എന്നെ ഉയർത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് എന്നെ ഞാനാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും. ഈ സാക്ഷ്യം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് എന്നൊരു സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഞാനൊരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിലാണ് ജനിപ്പാനായിട്ടിടയായത്. എൻ്റെ ജനനം തന്നെ വീട്ടിലൊത്തിരി പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനായിട്ടിടയായി. എൻ്റെ അപ്പനൊരു ബിസിനസ്സുകാരനായിരുന്നു. കോട്ടയത്ത് ഷീമാട്ടി ടെക്സ്റ്റൈൽസിൻ്റെ അവരുടെ വസ്ത്രം തുന്നുന്ന, അന്നത്തെ കാലത്ത് ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ സുലഭമല്ലാത്ത ആ കാലത്ത് തയ്ച്ച് ഷർട്ടുകളും മറ്റ് വസ്ത്രങ്ങളും കൊടുക്കുന്ന നല്ലൊരു യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സത്യത്തിൽ എൻ്റെ ജനനത്തോടെയാണ് ബിസിനസ്സിൽ പരാജയങ്ങൾ നേരിടുവാനായിട്ടിടയും. അങ്ങനെ ഹൈന്ദവ ആചാരപ്രകാരമാണ് ഒരു ജ്യോതിഷനെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മൂന്നാമത്തെ പുത്രൻ പിറന്നതാണ് ബിസിനസ്സിന് പരാജയം വരുവാൻ കാരണമെന്ന് പറയുവാനായിട്ടിടയാകുകയും അങ്ങനെ വീട്ടിൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ടും ഇടയായി. അങ്ങനെ എൻ്റെ ബാല്യം വളരെ പ്രയാസകരമായിരുന്നു. ഒരിക്കൽ എൻ്റെ പിതാവ് പറയുവാനായിട്ടിടയായി, എത്രയോ പേരോ ഇടിവെട്ടുന്ന, എന്തുകൊണ്ട് ഇവൻ്റെ തലയിൽ ഇടിവെട്ടുന്നില്ല എന്ന് ചോദിക്കത്തക്കവണ്ണം വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ തലവേദനയായ ബാല്യമായിരുന്നു. അങ്ങനെ 9ാമത്തെ വയസ്സിൽ കൂട്ടുകാരനുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വെറുതെ ഒരു അടിപിടി ഉണ്ടായി കൂട്ടുകാർ തമ്മിൽ. അങ്ങനെ വഴക്കിൻ്റെ അവസാനം കയ്യിലിരുന്ന കൊടുവാൾ കൊണ്ട് ആ സുഹൃത്തിനെ കഴുത്തിന് നേരെ വെട്ടുവാനായിട്ട് ഇടയാകുകയും ആ സുഹൃത്ത് ആ കൈകൊണ്ട് തടുത്തപ്പോൾ 4 വിരലുകൾ നഷ്ടപ്പെടുവാനായിട്ടിടയും. അങ്ങനെ അവർ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. എന്നെയും എൻ്റെ പിതാവിനെയും പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടുന്ന് എൻ്റെ പിതാവിന് ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നു, ഇവനെ ഇവിടുന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മാറ്റിത്തരണമെന്ന് ആ പോലീസ് അധികാരിയോട് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള ദുർഗുണപരിഹാര പാഠശാല എന്നൊരു കുട്ടിക്കുറ്റവാളികളെ ഇടുന്ന ജയിലുണ്ട്, അവിടെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുവാനായിട്ടിടയായി. എൻ്റെ പ്രിയരെ, അവിടുത്തെ മർദ്ദനങ്ങൾക്കോ അവിടുത്തെ ലാത്തികൾക്കോ അവിടുത്തെ നിയമസംഹിതകൾക്കോ ഒന്നും ബാല്യത്തിൽ പോലും എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനായിട്ടിടയായില്ല. കട്ട പിടിച്ച ഹൃദയത്തിലെ ഇരുട്ടിൻ്റെ മാറ്റുവാനൊരു വെളിച്ചമായിട്ട് വരുവാൻ അതിനൊന്നും സാഹചര്യം ഒരുക്കിയില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ നിർബന്ധം പിന്നെയും പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അവിടുന്ന് ഇറക്കുവാൻ ഇടയായി. സത്യത്തിൽ ആ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്നാണ് എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചത്. പക്ഷേ ജീവിതത്തിൽ പിന്നെയും മ്ലേച്ഛമായ വഴിയിലൂടെ സഞ്ചരിപ്പാനായിരുന്നു എൻ്റെ ആഗ്രഹവും. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ജീവിതവും. അങ്ങനെ യൗവനമെത്തി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്കാൽ ഹോട്ടലുകളിലും പ്ലേറ്റ് മിഴക്കുന്ന പണിയായിട്ടും സപ്ലയറായിട്ടുമൊക്കെ ജോലി ചെയ്യുവാനിടയായി. അങ്ങനെ മ്ലേച്ഛമായ കൂട്ടുകെട്ട്, കുത്തഴിഞ്ഞ ഒരു പാഠപുസ്തകം പോലത്തെ ഒരു ജീവിതം, അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും അഴുക്ക് ചാലിലൂടെ തന്നെ സഞ്ചരിപ്പാനായിട്ടിടയായി. അങ്ങനെ യൗവനം എത്തുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിക്ക് വിളിക്കുന്നത്. അവിടെയും ചെന്ന് പെട്ടത് ഒരു ഹോട്ടലിലെ ജോലിക്കാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് സത്യത്തിൽ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുമെങ്കിലും മാരകമായിരിക്കുന്ന ലഹരി വലിക്കുവാനായിട്ടും അത് ഉപയോഗിക്കാനുമൊക്കെ ഇടയായത്. അങ്ങനെ അതിൻ്റെ വിൽപ്പനക്കാരനായി തീരുവാനായിട്ട് ഒരു സമയത്ത് ഇടയായി. നോക്കണം, ISBT പോലെയുള്ള ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ളിടത്ത് ഇത് പൊതിഞ്ഞ് കെട്ടി ഇത് ചെറിയ പൊതികളാക്കി വിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കുന്ന ടെക്നോളജി മറ്റൊരു സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഏറ്റവും മാരകമായിരിക്കുന്ന ആ ലഹരി ഉണ്ടാക്കി ഞങ്ങൾ പലയാവർത്തി വിൽപ്പനയ്ക്ക് കൊടുത്തെങ്കിലും ഒരിക്കൽ ഗാസിയാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഹിമാചലിന് പോകാനായിട്ട് ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ നാർക്കോട്ടിക് വിഭാഗം ഈ മയക്കുമരുന്ന് കയ്യിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു.
അന്ന് രാത്രി തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് UP-യിലെ കാൺപൂർ സെൻട്രൽ ജയിലിൽ കൊണ്ട് അടച്ചു. ജീവിതത്തിൽ തകർന്നു. ഇനി ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ഒരിക്കലും സാധ്യമാകത്തില്ല എന്ന് ചിന്തിച്ച് ആ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയം. നമുക്കറിയാമല്ലോ, മദ്യപാനവും പുകവലിയും ഉള്ളവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള ശരീരത്തിനകത്തോട്ട് കടന്നു ചെല്ലുന്ന സാധനങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള വിഭ്രാന്തികൾ, ഇതൊക്കെ ആ ജയിലിൻ്റെ ആ ജയിലറയ്ക്കകത്ത് കിടന്ന് അനുഭവപ്പാണ്ടിടയും. സത്യത്തിൽ ഭക്ഷണം കിട്ടാത്തതോ വസ്ത്രം കിട്ടാത്തതോ വെള്ളം കിട്ടാത്തതോ ആയിരുന്നില്ല പ്രശ്നം. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയമായപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ ആ സെല്ലിനകത്ത് കിടന്ന് നമ്മൾ വിഭ്രാന്തി പോലെ കാണിക്കുവാനിട്ടിടയും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സുവിശേഷകൻ ആ ജയിലിനകത്ത് വരുവാനായിട്ടിടയും. അദ്ദേഹം ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ എന്ന സ്ഥലത്തുള്ള ഒരു സഞ്ചാര സുവിശേഷകനും മാത്രമല്ല, ജയിലിൽ വന്ന സുവിശേഷം അറിയിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹം വന്നപ്പോഴേ ആ ജയിലിൻ്റെ സൂപ്രണ്ട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായിരിക്കുന്നൊരു മദ്രാസി ഇവിടെയുണ്ട്, ചെന്നൊന്ന് കാണാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ഒരു അത്ഭുതമായിപ്പോയി. ഒരു മലയാളി ഈ UP-യിലെ ഈ കാൺപൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ ഭൂലാൻ ദേവിയെപ്പോലെയുള്ള കൊടും കുറ്റവാളികളെ കൊണ്ടിടുന്ന ജയിലാണ്. തീഹാർ ജയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2ാമത്തെ ജയിലാണ് ഈ കാൺപൂർ സെൻട്രൽ ജയിൽ. അവിടെ ഈ ഒരു മലയാളി ഉണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം ആകാംക്ഷയോടെ എന്നെ വന്ന് കാണുവാനായിട്ടിടയായി. അദ്ദേഹം എൻ്റെ പേരും സ്ഥലവുമൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഒരു വികൃതമായിട്ടുള്ള ഒരു രൂപം, ഈ രൂപമൊന്നുമല്ലെന്ന്, വള്ളി പോലെ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ അടിച്ച് ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തി ആരോഗ്യമില്ലാത്ത ഒരു പെൻസിൽ പോലെ ഇരിക്കുന്നൊരു മനുഷ്യൻ, താടിയും മുടിയുമൊക്കെ വളർത്തി അതിനകത്ത് കിടക്കുമ്പോൾ ഈ ലഹരി കിട്ടാത്തതിൻ്റെതായ അസ്വസ്ഥതകൾ, അങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു മനുഷ്യനെ വന്ന് കാണുവാനായിട്ടിടയും. അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിർവികാരനായിട്ട് അദ്ദേഹത്തോട് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എൻ്റെ കേൾക്കുന്ന ജനം ഓർക്കുവാനിടയാകണം. അദ്ദേഹം ഇങ്ങനെയാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരുവാനായിട്ട് ആഗ്രഹമുണ്ടോ? ഞാനൊരു ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചിരിച്ചത്. കാരണം ഒരു സാധ്യതയുമില്ല. സാധാരണ ഒരു എക്സൈസുകാർ പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഒരു പെറ്റി കേസിൽ പിടിച്ചു കഴിഞ്ഞാലൊക്കെ ജാമ്യം, നമുക്ക് ബെയിൽ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഈ നർക്കോട്ടിക് വിഭാഗം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. അപ്പോഴാണ് ഒരു ഉപദേശി വന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടോ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്നെ ഇവിടുന്ന് ഇറക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന്. അന്ന് ഈ ദൈവത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കുന്ന അത്ര ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു, നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കും. ഞാൻ അദ്ദേഹത്തിന് മുമ്പ് ചിരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. കാരണം പറഞ്ഞത് ഒരു അഭിഷിക്തനായ ദൈവദാസനാണെന്ന് പിന്നീടുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. പിന്നെ ഞാൻ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിരിച്ച വ്യക്തിയെ ഞാൻ വേദപുസ്തകത്തിൽ പരിചയപ്പെടുവാനിട്ടിടയിൽ. അത് മറ്റാരുമല്ല, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ ഭാര്യ സാറായി മക്കളുണ്ടാകും, അതുകൊണ്ട് നിനക്ക് തലമുറ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ 17-ാം അധ്യായം 16-ഉം 17-ഉം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അബ്രഹാം കവർന്നു വീണ് ചിരിച്ചു എന്നൊരു ഭാഗം കാണാം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ട് അതൊരു വലിയ തമാശയായി കണ്ട് നിലത്ത് കമഴ്ന്നു വീണ് കിടന്ന് ചിരിക്കുവാൻ തക്കവണ്ണം തമാശയായിട്ട് അബ്രഹാമിന് തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് മാറ്റമുണ്ടായില്ല. 21-ാം അധ്യായത്തിലാണോ 22-ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വാഗ്ദത്ത സന്തതി ജനിച്ചു. അപ്പോൾ ആ വാഗ്ദത്തം നിവർത്തിയായത് വേദപുസ്തകത്തിൽ യാഥാർത്ഥ്യമായതുപോലെ എൻ്റെ ജീവിതത്തിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായി. അത് ദൈവത്താലാണ് ആ ദൈവദാസൻ അവിടെ വരികയും എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. എൻ്റെ പ്രിയരെ, ആ മനുഷ്യൻ വന്നു എൻ്റെ അടുക്ക് വന്ന് ഞാനത് ചിരിച്ചു തള്ളി. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ വിടുവിക്കും. കാരണം പൊട്ടക്കിണറ്റിൽ കിടന്നെങ്കിൽ ഒരു മനുഷ്യനെ വിടുവിച്ച ദൈവം, സിംഹത്തിൻ്റെ ഗുഹയിൽ കിടന്ന മനുഷ്യനെ വിടുവിച്ച ദൈവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേപ്പിനെയോ ആ സിംഹത്തിൻ്റെ ഗുഹയിൽ കിടന്ന ദാനിയേലിനെ ഒന്നും എനിക്കെന്ന് പരിചയമില്ലായിരുന്നു. കാരണം ഈ വേദപുസ്തകമായിട്ടോ ഈ വേദപുസ്തകം തന്നെ ക്രൈസ്തവരുടേത് എന്ന് ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത എനിക്ക് ഇതൊന്നും അത്ര മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധ്യമായില്ല. പക്ഷേ പിന്നീടാണ് എനിക്ക്
മനസ്സിലായത് അഗ്നികുണ്ഡത്തിൽ കിടക്കുന്ന ആ സിംഹക്കുഴിയിൽ കിടക്കുന്നവനെ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവനെയൊക്കെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ദൈവത്തിന് സ്തോത്രം, 3 ബാലന്മാരെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടപ്പോൾ ആ ഇട്ട രാജാവടക്കം പലരും ചോദിപ്പാനിടയിൽ ഞങ്ങൾ തീക്കുണ്ടത്തിലിട്ടത് 3 പേരെയാണ്, ഈ 4-മനാരെ എന്ന് അവർ സംശയിച്ചപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് കിടന്ന തീക്കുണ്ടത്തിൽ കിടന്ന അവർ വിളിച്ചു പറഞ്ഞു കാണാം, നിങ്ങൾ 4-മനായവനെ ഞങ്ങൾ 1-മതായി കണ്ടതുകൊണ്ട് ഈ അഗ്നികുണ്ഡത്തിലിറങ്ങി ഞങ്ങളെ വിടുവിച്ചു എന്ന് അവർ പറയുവാനായിട്ട് ഇടയായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എൻ്റെ പ്രിയരെ അത്ഭുതങ്ങൾ കർത്താവിന് ചെയ്യുവാനായിട്ട് ഇടയാകും എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം അതൊക്കെ പറഞ്ഞു മാറിയെങ്കിലും മാറി പോയിട്ട് തിരിച്ച് അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുക്കൽ ഒരു ട്രാക്റ്റ് തന്നു, ഒരു കടലാസ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, സമയം പോലെ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ കടലാസ് തൊണ്ടാണ് എൻ്റെ പ്രിയരെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. ആ കടലാസ് തൊണ്ട് കിട്ടിയപ്പോൾ അദ്ദേഹം കാണാതെ ചുരുട്ടിക്കുട്ടി എൻ്റെ സെല്ലിൻ്റെ മൂലയിലേക്ക് ഇട്ടു. അദ്ദേഹം പോയപ്പോൾ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈ കാരാഗൃഹത്തിൽ കിടക്കുന്ന, ഈ ജയിലിൽ കിടക്കുന്നതിനെ പുറത്ത് കൊണ്ടുവന്ന് നിൻ്റെ വേലക്കായിട്ട് തീർക്കണമെന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഇദ്ദേഹം അങ്ങനെ പോയതിനു ശേഷമാണ് ഞാൻ ചുരുട്ടിക്കൂട്ടിയിട്ടിരുന്ന ആ പേപ്പർ കൊണ്ടെടുത്ത് വായിക്കണമെന്ന് തോന്നിയത്. എടുത്തു, ചുരുള നിവർത്തി അത് വായിക്കുമ്പോൾ ഒരു കഥയ്ക്ക് ശേഷമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കും, അത് രക്താംബരം പോലെ ചുമന്നതാണെങ്കിലും പഞ്ഞുപോലെയാക്കും, ദേശത്ത് നിന്നെ അനുഗ്രഹിക്കപ്പെടും. ആ യെശയ്യാ പ്രവചനത്തിലെ ആ വാക്യം എൻ്റെ ഹൃദയത്തിനകത്തൊരു ചാട്ടുളി പോലെ, ഒരു ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ ഹൃദയത്തിനകത്ത് അതിങ്ങനെ പതിയുവാനായിട്ടിടേ. ഒരു വേദന, ഒരു കൊളുത്തുപോലെ പിടിച്ചിരിക്കുന്ന പോലെ. എന്താണ് ഈ പാപത്തെ വെളുപ്പിക്കുന്ന, പാപത്തെ മറയ്ക്കുന്ന അതാരാണ്? ആ കർത്താവ് ആരാണ് എന്നൊന്ന് ചിന്തിക്കുവാനായിട്ടിടേ എൻ്റെ പ്രിയരെ. ആ വാക്യം ഞങ്ങളിങ്ങനെ പരസ്യവുമൊക്കെ ഈ കാലത്ത് നടത്തുമ്പോൾ ഒത്തിരി വചനങ്ങൾ പറയാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാ വചനങ്ങളും പതിയുവാനായിട്ടിടയാകത്തില്ല. ഒരിക്കൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൂക്കുകയറിട്ട് മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ കയറിട്ടിയ ഒരു മനുഷ്യൻ, നീ ഭയപ്പെടണ്ട, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആ ഒരൊറ്റ വാക്യം ആ മനുഷ്യൻ്റെ കാതിൽ പതിഞ്ഞപ്പോൾ കഴുത്തിലിട്ട കയറെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇന്നൊരു സുവിശേഷകനായത് എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. അതുകൊണ്ട് ആ വാക്യം, ഈ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും എന്നുള്ള വാക്യം എൻ്റെ ഹൃദയത്തിലുടക്കി. അതെങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്? അതിന് എൻ്റെ മാതാക്കളും എൻ്റെ മാതാവും പിതാവുമൊക്കെ ഒത്തിരി എൻ്റെ സ്വഭാവം മാറാൻ ഒത്തിരി നേർച്ചകളും കാഴ്ചകളുമൊക്കെ ചെയ്തിട്ട് അന്നൊന്നും മാറാത്തത് ഈ ദൈവത്തിന്, യേശുക്രിസ്തുവിന് സാധ്യമാകുമോ? അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ആരാണെന്നൊന്ന് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. 1995 ആഗസ്റ്റ് 15 മുലായം സിംഗ് യാദവ് UP ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഒരു ഓർഡർ ഇടുകയാണ്. കാൺപൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 15 പേരെ റിലീസ് ചെയ്യുന്നു. ആ ഒരു വാർത്ത, ആ ഒരു ഓർഡർ അവിടെ വരികയാണ്. അങ്ങനെ എൻ്റെ അടുക്കൽ എനിക്കൊന്ന് 13-ാം തീയതി തോന്നുന്നു, ആഗസ്റ്റ് 13-ാം തീയതി ഒരു പോലീസുകാരൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, നിങ്ങളെ വിടുവിപ്പാനായിട്ട് ഓർഡർ വന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരു സാധ്യതയുമില്ല. നാർക്കോട്ടിക് വിഭാഗം അറസ്റ്റ് ചെയ്ത് തൊണ്ടിയോടെ മാരകമായിരിക്കുന്ന മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെട്ട ഒരാളെ ഇത്ര പെട്ടെന്ന് റിലീസാക്കാനായിട്ട് എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആഗസ്റ്റ് 15-ന് നിങ്ങളൊരു 15 പേർ റിലീസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നാരായണപിള്ള, ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മകനായിരിക്കുന്ന ശ്രീകുമാർ എന്ന മനുഷ്യനെയും വിടുന്നു എന്ന് അദ്ദേഹം എന്നോട് ഓർഡർ വന്നതായിട്ട് എന്നോട് അറിയിപ്പാണ്ടിടേ. എനിക്ക് വലിയ ആശ്ചര്യമായിപ്പോയി. ഇത് ദൈവത്താൽ സംഭവിച്ചതായിരിക്കണം എന്ന് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാണ്ടിടേ. പക്ഷേ എന്നെ അവിടുന്ന് ആഗസ്റ്റ് 15 റിലീസാക്കി. ഞാൻ അവിടുന്ന് ഇറങ്ങൂ. ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ കൈത്തണ്ടയിൽ ജില്ലാ കാരാഗൃഹ കാൺപൂർ എന്ന് പറഞ്ഞ് സീലടിച്ചിട്ട് എന്നോട് പോലീസ് ഓഫീസർ, അവിടുത്തെ ജയിലധികാരി പറഞ്ഞു, 24 മണിക്കൂർ നിനക്ക് കേരളത്തിലുള്ള ഈ ഇന്ത്യയിലുള്ള ഏത് സർക്കാർ വാഹനങ്ങളിലും യാത്ര ചെയ്യാം, പണം കൊടുക്കണ്ട, എവിടെ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിട്ടിയ തുണിയുമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. 24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെത്താൻ കഴിയത്തില്ല. അങ്ങനെ വീണ്ടും ഡൽഹിയിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ കിട്ടിയ കൂട്ട് പിന്നെയും ഇങ്ങനെയായി. എന്നെ വിടുവിച്ച ദൈവത്തെ മറന്നുകൊണ്ട് പിന്നെയും ലോകപ്രകാരം അനേക നാളുകൾ ജീവിപ്പാനിടെ എൻ്റെ പ്രിയരെ, ആ ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, നാം പിന്മാറിപ്പോയാൽ ദൈവത്തിന് എനിക്ക് പകരമായിട്ട് 100 പേരെ കിട്ടും, 1000 പേരെ കിട്ടും, ലക്ഷക്കണക്കിന് ആൾക്കാരെ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ
ഈ പിന്മാറ്റക്കാരനെ തന്നെ കർത്താവ് അയ്യം വെളുപ്പിച്ച് അത് മടക്കി വരുത്തിയത് വേദപുസ്തകത്തിലെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലുമുണ്ടായി. യോനയോട് ആ നിനവയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന തർശീശിലേക്ക് പോകാനായിട്ടാണ് ഇടയായത്. ആ തർശീശിൽ പോയ യോനയെ പോയവൻ പോയ വഴിക്ക് പോട്ടെ എന്ന് ദൈവം വിചാരിക്കാതെ ആ പോയവനെ തന്നെ അയ്യം വെളുപ്പിച്ച് നിനവയിൽ പ്രസംഗിപ്പിച്ച് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരാൻ ആ പിന്മാറ്റക്കാരനെ ഉപയോഗിച്ചതുപോലെ എൻ്റെ കർത്താവ് പോയവൻ പോട്ടെ എന്ന് വിചാരിക്കാതെ എന്നെ വീണ്ടും ഒരു അയ്യം വിളിപ്പിപ്പാണ്ടിടേ. അങ്ങനെ നാട്ടിൽ വന്നു, വിവാഹം കഴിച്ചു. അങ്ങനെ 2 കുഞ്ഞുങ്ങളുമായിട്ട് കോട്ടയത്തിനടുത്ത് കൊടുങ്ങൂർ എന്ന സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വെൽഡിങ്ങിൻ്റെ പണിക്ക് പോകുമായിരുന്നു. ആ സമയത്ത് ഒരിടത്തെ ഒരു വീടിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആഘോഷം മദ്യപിച്ച് മതോന്മത്തനായിട്ട് സ്വബോധം പോലും ഇല്ലാതെ കോട്ടയത്തു നിന്ന് വാഹനത്തിൽ കയറി. ആ വാഹനം വന്ന് കൊടുങ്ങൂർ ജംഗ്ഷനിൽ വരുമ്പോൾ ഇറങ്ങാൻ പോലും പറ്റാത്ത, കാലുകൾക്ക് ബലമില്ലാതെ ബോധമില്ലാത്ത അവസ്ഥയിൽ ആ ബസ്സിലെ ജീവനക്കാർ ഇറക്കി വിട്ടത് ചെന്ന് വീണത് ഓടയിലേക്ക്. ഓടയിൽ ചെന്ന് നടുവടിച്ച് വീണു, കൈയൊടിഞ്ഞു. അങ്ങനെ അവിടുന്ന് എഴുന്നേക്കാൻ വയ്യാതെ ആ ഓടയിൽ കിടക്കുകയാണ്. പ്രഭാതത്തിൽ ആരോ ചെരുപ്പ് കണ്ട് നോക്കുമ്പോൾ ഒരാൾ ആ ഓടയ്ക്കകത്ത് കിടക്കുകയാണ്. അവർ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് കഴുകി നേരെ പൊൻകുന്നം ഹോസ്പിറ്റലിലേക്കുണ്ട്. അപ്പോഴാണെങ്കിൽ നടുവിന് ക്ഷതമേറ്റിരിക്കുന്നു, കൈകൾ ഒടിഞ്ഞിരിക്കുന്നു, ദീർഘനാളുകൾ കിടക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞ് അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ കിടക്കുന്ന സമയത്താണ് മീനടത്തുള്ള ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രഭാതത്തിൽ കടന്നു വരികയാണ്. എന്നെ മുൻപരിചയമില്ല, യാതൊരുവിധ ഇങ്ങനെ ഒരാളിവിടെ കിടപ്പുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചു, ഇങ്ങനെ ഒരു നടകെട്ടിയ വീടിനകത്ത് ഒരാൾ കിടക്കുന്നു, കർത്താവിന് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, പോയി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ വന്നു. ഒരു ഗ്ലാസ് കടുങ്കാപ്പി പോലും കൊടുക്കാൻ മാർഗമില്ലാതെ ആ ഭവനത്തിൽ ഞങ്ങൾ പട്ടിണിയും പരിവട്ടവുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളായിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്നതിനോട് ചോദിച്ചൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളെ ഒരിക്കൽ ദൈവം വിടുവിച്ചതാണ്, നിങ്ങൾ മറുതലിച്ചു, നിങ്ങൾ പിന്മാറിപ്പോയി, ദൈവത്തെ സ്നേഹിക്കാതെ വീണ്ടും നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, അത്യധികമായിട്ട് സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായതെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നൊരു ഉടമ്പടി ചെയ്യുക, എന്നോടല്ല കർത്താവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും, കർത്താവിന് വേണ്ടി നിങ്ങളെ ഒത്തിരി ഉപയോഗിക്കുവാനായിട്ട് ഇടയാകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ സത്യത്തിൽ വിചാരിച്ചു, കർത്താവ് ഇവിടെ നിന്നൊന്ന് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ പോലെയല്ല, വിശ്വസ്തനായിട്ട് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങേക്ക് വേണ്ടി നിൽക്കാം എന്ന് ഞാൻ ആരോടും പറയാതെ എൻ്റെ ഹൃദയത്തിനകത്ത് പറയുവാനിട്ടിടേ. അത് ദൈവം കേൾക്കുവാനിട്ടിടേ. എൻ്റെ പ്രിയരെ, ആ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ട് എഴുന്നേക്കത്തില്ലെന്നും ഇനി ജോലി ചെയ്യാൻ പാടുപെടും, നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ദിവസങ്ങൾക്കുള്ളിൽ എഴുന്നേൽപ്പിക്കുവാനിടേ. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളൊരു ഓർഫനേജിൻ്റെ ചുമതലയുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ജോലി കിട്ടി. അങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഞങ്ങൾക്ക് എത്തുവാനിടയിൽ. നീണ്ട 16 വർഷക്കാലം ഒത്തിരി കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിയാത്ത അഴുക്ക് ചാലുകളിലൊപ്പം കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ദത്തെടുത്ത് ഇവിടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ദൈവ വഴിയിലൂടെയൊക്കെ സഞ്ചരിപ്പാനുമെല്ലാം കർത്താവ് ഇടവരുത്തി. ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി പരസ്യമായിട്ട് ദൈവത്തെ ഉയർത്തുവാനായിട്ടും അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി കേരളത്തിലെ എനിക്ക് തോന്നുന്നു മുക്കിനും മൂലയിലുമെല്ലാം വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പോകാനിടയായിട്ടുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ പരസ്യമായിട്ട് ദൈവത്തെ ഉയർത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയുവാൻ, അനേകരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാനൊക്കെ കർത്താവ് ഇടവരുത്തി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നെഞ്ചിനടുത്ത് വന്ന് കിടന്ന് പരസ്യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇന്ന് ഞാൻ ഓർക്കുന്നു, തിരുവല്ലായ്ക്കടുത്ത് നന്നൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു യൗവനക്കാരൻ പരസ്യോഗം ഞാൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കൈയും കാലുമൊക്കെ കാണിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു നിർത്താൻ പറയാമെന്ന്. വെറുതെ ഒന്ന് പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ ഇറങ്ങി വന്ന് ഞങ്ങളോടൊപ്പമുള്ള ദൈവദാസന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മദ്യപാനം, പ്രഭാതം മുതൽ രാത്രി വരെ മദ്യപാനമാണ്, ഇതിൽ നിന്നൊരു മോചനം വേണം, പക്ഷേ പറ്റുന്നില്ല. രാവിലെ ഇരുന്ന് കൈകാലുകൾ വിറയ്ക്കുക, രാവിലെ പോയി കുടിക്കുക. ഇതാണ് ആ മനുഷ്യൻ്റെ കുടുംബജീവിതം തകർന്നു. ആകെ താറുമാറായ ആ മനുഷ്യൻ ആ പ്രസംഗം
കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റേ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. രാവിലെ എന്നെ ഒന്ന് പാസ്റ്റർ വിളിക്കണം, വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ പ്രാർത്ഥന കള്ളു കുടിക്കാനായിട്ട് അല്ലെങ്കിൽ മദ്യപിക്കാനായിട്ടൊരു തോന്നലുണ്ടാകാതിരുന്നാൽ അതൊരു വലിയ അനുഗ്രഹമാണ്, പ്രഭാതത്തിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ രാജേഷ് എന്ന് പറഞ്ഞ ആ സഹോദരൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചു. പ്രഭാതത്തിൽ പിറ്റേ ദിവസം ഞാൻ 6 മണി മുതൽ 8 മണി വരെ 3-4 പ്രാവശ്യം വിളിച്ചിട്ടും ഈ സഹോദരൻ എടുത്തില്ല. പിന്നെ അറിയുന്നത് 4 മണിയായപ്പോൾ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ചങ്കിൽ വന്നു, നമ്മുടെ കയ്യിൽ വന്ന ആ മനുഷ്യൻ നിത്യനരകത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഈ തെരുവോരത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട്, അതുകൊണ്ട് ഒരു ദിവസം പോലും ഞങ്ങൾ മിനക്കെടാതെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു വേലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുവാനായിട്ട് ഇടയാകുന്നു. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഇരുന്ന ജീവിതത്തിൽ നിന്ന് ഇത്രത്തോളം സന്തോഷകരമായി നടത്താൻ, കുടുംബജീവിതം അനുഗ്രഹപ്രദമായിരിക്കാൻ എല്ലാം കർത്താവിനെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്കിടയായി. എനിക്ക് ഭാര്യ, 2 മക്കൾ, ദൈവത്തിന് അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് ചെറിയ ജോലിയിലൊക്കെ അവർ കടന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയുവാൻ, ഇങ്ങനെയൊരു ചാനലിലൂടെ നിങ്ങളെയൊക്കെ കാണുവാൻ ഒരവസരം കിട്ടിയത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കരുതുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.